ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് യുവജനങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ച് പഠനം നടത്തുമെന്ന് യുവജന കമ്മീഷൻ. കല്ലാനോട് മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിലെ ഗിഫ്റ്റ് തിലാപ്പിയ ഹാച്ചറിന്റെ നിർമ്മാണം ത്വരിതപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നൂതന പദ്ധതികൾ ചർച്ച ചെയ്ത് ജില്ലാതല വിദഗ്ധ സമിതി യോഗം. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ പൊതുവിദ്യാലയങ്ങളിൽ സ്ഥിരമായി നിയമിക്കണമെന്ന് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് യുവജനങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ച് യുവജന കമ്മീഷൻ പഠനം നടത്തുമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ. ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറിന്റെ നേതൃത്വത്തിൽ യുവജന അദാലത്ത് നടന്നു. യുവജനങ്ങൾക്കിടയിലെ മാനസികാരോഗ്യം ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയമാണെന്നും കേരളത്തിൽ യുവജനങ്ങൾക്കിടയിൽ നടന്ന ആത്മഹത്യകളിൽ കമ്മീഷൻ കഴിഞ്ഞ വർഷം പഠനം നടത്തിയിരുന്നുവെന്നും ജില്ലാ അദാലത്തിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു. നിറത്തിന്റെ പേരിൽ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും അവഹേളനവും മാനസിക പീഡനവും കാരണം കൊണ്ടോട്ടിയിൽ 19 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവം ഗൗരവത്തോടെയാണ് കമ്മീഷൻ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വർ നിരന്തരമായി സ്ത്രീത്വത്തെ അവഹേളിക്കുന്നതായി ദിശ എന്ന സംഘടനയിൽ നിന്നും ലഭിച്ച പരാതിയിൽ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. അതിജീവിതകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള വാദമുയർത്തുന്നവർക്ക് ഇത്തരം വേദികളിൽ സ്ഥാനം നൽകരുതെന്ന കാര്യം പരിഗണിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ആദ്യ ദിനം 22 പരാതികളാണ് പരിഗണിച്ചത്. 10 പരാതികൾ പരിഹരിച്ചു. 12 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പുതിയ 6 പരാതികൾ ലഭിച്ചു. യുവജന കമ്മീഷൻ അംഗങ്ങളായ PC ഷൈജു, KP ഷജീറ, P രൺദീപ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ, കോർഡിനേറ്റർമാരായ M രൺദീപ്, രാഹുൽ രാജ്, അസിസ്റ്റന്റ് P അഭിഷേക് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കല്ലാനോട് മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിലെ ഗിഫ്റ്റ് തിലാപ്പിയ ഹാച്ചറി നിർമ്മാണം ത്വരിതപ്പെടുത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സ്ഥലം സന്ദർശിച്ച കളക്ടർ സ്നേഹിൽ കുമാർ പ്രവർത്തികൾ വിലയിരുത്തി. ഉത്തര കേരളത്തിൽ മൊത്തം മത്സ്യ കർഷകർക്കും പ്രയോജനം ലഭിക്കുന്നതാണ് ഈ പദ്ധതി. കല്ലാനോട് മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിലെ നബാർഡ് സൈറ്റ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സന്ദർശിച്ചു. സന്ദർശനത്തിന് ശേഷം ഫിഷറീസ്, ജലസേചനം, ഹാർബർ എഞ്ചിനീയറിംഗ്, KSEB എന്നീ വിവിധ വകുപ്പ് അധികൃതരുമായി കളക്ടർ ചർച്ച നടത്തി. കല്ലാനോട്ടെ മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിലെ ഗിഫ്റ്റ് തിലാപ്പിയ ഹാച്ചറിയുടെ പ്രവൃത്തി ത്വരിതപ്പെടുത്താൻ ജില്ലാ കളക്ടർ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തര കേരളത്തിലെ മൊത്തം മത്സ്യ കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന ഹാച്ചറി നിർമ്മാണം വേഗത്തിലാക്കണമെന്നും ഇത് സംബന്ധിച്ച് വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. 3 മാസം മുൻപ് ആരംഭിച്ച പദ്ധതിയുടെ അടങ്കൽ തുക 19.81 കോടി രൂപയാണ്. യോഗത്തിൽ ഫിഷറീസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ BK സുധീർ കിഷൻ, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ P അനീഷ്, M ചിത്ര, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയദീപ് T, കൊയിലാണ്ടി തഹസിൽദാർ C സുബൈർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിത്തു തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നൂതന പദ്ധതികൾ ചർച്ച ചെയ്യുന്ന ജില്ലാതല വിദഗ്ധ സമിതി യോഗം ചേർന്നു. റൈസിംഗ് മണിയൂർ, തേൻ മ്യൂസിയം, വയോജനങ്ങൾക്കുള്ള വാതിൽപ്പടി സേവനം എന്നിവ ഉൾപ്പെടെ 8 പദ്ധതികൾക്ക് അംഗീകാരം നൽകി. തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്.
ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള സമഗ്ര കായിക പദ്ധതിയാണ് റൈസിംഗ് മണിയൂർ. പദ്ധതിയുടെ ഭാഗമായി മണിയൂരിലെ 21 വാർഡുകളിലും പ്രഭാത വ്യായാമം ഉൾപ്പെടെ കാര്യക്ഷമമാക്കും. നടത്തം, സൈക്ലിംഗ്, യോഗ, നൃത്തം എന്നീ വ്യായാമ രീതികൾ ഉൾപ്പെടെ പരിശീലിപ്പിക്കും. കോടഞ്ചേരി പഞ്ചായത്തിലെ തേൻപാറയിലാണ് തേൻ മ്യൂസിയം സ്ഥാപിക്കുക. ഇവിടെ തേൻ ശേഖരണവുമായി ബന്ധപ്പെട്ട പരമ്പരാഗത സങ്കേതങ്ങളും മാർഗങ്ങളും പ്രദർശിപ്പിക്കും. കർഷകരുടെ ഉൽപ്പന്നങ്ങളും വിൽക്കും. വാതിൽപ്പടി സേവനം 60-ന് മുകളിൽ പ്രായമുള്ള കിടപ്പ് രോഗികളെയും നിർധനരെയും ഉദ്ദേശിച്ചുള്ളതാണ്. ഇംഹാൻസുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിൽ മൊബൈൽ ആംബുലൻസ് മുഖേനയാണ് സേവനം ലഭ്യമാക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ മരുന്ന് വിതരണം, കെയർ ഗിവേഴ്സ് പരിശീലനം എന്നിവയും ഉൾപ്പെടുത്തും. കോടഞ്ചേരി പഞ്ചായത്ത് ആവിഷ്കരിച്ച ചാണകം പൊടിച്ച് ജൈവവളമാക്കുന്ന പദ്ധതി, കർഷകർക്ക് അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ 1 ലക്ഷം രൂപ റിവോൾവിംഗ് ഫണ്ടിൽ നിന്നും അനുവദിക്കുന്ന കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി, പ്രീ മെട്രിക് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് വിനോദയാത്ര സംഘടിപ്പിക്കുന്ന വടകര ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി, LP UP വിദ്യാർത്ഥികൾക്കായുള്ള കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശാസ്ത്രജാലകം എന്നിവയാണ് അംഗീകാരം ലഭിച്ച മറ്റു പദ്ധതികൾ. ആകെ 15 പദ്ധതികളാണ് യോഗം പരിഗണിച്ചത്. യോഗത്തിൽ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ, വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഗിരിജ, വളയം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M സുമതി, ജില്ലാ ആസൂത്രണ സമിതി അധ്യക്ഷ ഏലിയാമ്മ നൈനാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ സ്ഥിരമായി ഇല്ലാത്തതിനാൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പഠനം തുടരാനാകുന്നില്ലെന്ന് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ മുഴുവൻ സമയവും നിയമിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നല്ല മികച്ച സ്ഥാപനമാണോ അല്ലേ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അവർ തെറാപ്പി കൊടുക്കുന്നുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഒന്നും തെറ്റു പറയുന്നില്ല. പക്ഷേ പണം വാങ്ങി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇനി നിങ്ങൾക്ക് സേവനം ലഭ്യമാകണമെങ്കിൽ, പണം കൊടുത്തുള്ള സേവനം ലഭ്യമാകണമെങ്കിൽ TC വാങ്ങി വരണം എന്ന് പറയുന്നതിനോടുള്ള വിയോജിപ്പ്. നമ്മൾ ആവശ്യപ്പെടുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരമായി വിദ്യാലയങ്ങളിൽ നിയമിക്കണം എന്നുള്ളതാണ്. ആ നിയമിച്ചു കഴിഞ്ഞാൽ ഈ കൊഴിഞ്ഞുപോക്ക് അവിടെ അവസാനിപ്പിക്കാൻ ഒരു പരിധി വരെ കഴിയും. 28/10/2021 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം പൂർണ്ണമായും പൊതുവിദ്യാലയങ്ങളിൽ ലഭ്യമാക്കണം എന്നുള്ളതാണ് ആ വിധി. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് സ്ഥിരമായി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് 2021 ഒക്ടോബർ മാസത്തിൽ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ഒന്നിൽ കൂടുതൽ വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുകയും ഒരു വിദ്യാലയത്തിൽ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനു വേണ്ടി എത്തുകയുമാണ് ചെയ്യുന്നത്. ഇതിനാൽ അംഗീകാരമില്ലാത്ത തെറാപ്പി സേവനങ്ങൾ പണം ഈടാക്കി മാത്രം നൽകുന്ന സ്ഥാപനത്തിലേക്ക് TC വാങ്ങിക്കാൻ രക്ഷിതാക്കളെ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എല്ലാ ദിവസവും പൊതുവിദ്യാലയങ്ങളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനം ലഭ്യമല്ലാത്തതിനാലാണ് രക്ഷിതാക്കൾ ഇത്തരത്തിൽ TC വാങ്ങി സ്വകാര്യ സ്ഥാപനത്തിൽ കുട്ടികളെ ചേർത്തത് എന്നും എല്ലാ പൊതുവിദ്യാലയങ്ങളിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരമായി നിയമിക്കണമെന്നും കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി സജിൻ കുമാർ V, ജില്ലാ സെക്രട്ടറി ശ്രീകല B, ഭാരവാഹികളായ പുഷ്പൻ NK, ഗോവിന്ദൻ R എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരണ ദിനത്തോടനുബന്ധിച്ച് LIC ഓഫീസുകൾക്ക് മുന്നിൽ ഗേറ്റ് മീറ്റിംഗ് സംഘടിപ്പിച്ചു.
LIC മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരെ രംഗത്തിറങ്ങണമെന്ന് സംഘടനകൾ ആഹ്വാനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ ജീവനക്കാരും ഏജന്റുമാരും പങ്കെടുത്തു. ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ ജീവനക്കാരുടെയും ഡെവലപ്മെന്റ് ഓഫീസർമാരുടെയും ഏജന്റുമാരുടെയും പെൻഷനർമാരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗേറ്റ് മീറ്റിംഗുകൾ നടന്നു. പൊതുമേഖലയിലെ LIC ശക്തിപ്പെടുത്തുന്നതിനു പകരം സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി നിയമപരമായ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുന്നതിനും ഇൻഷുറൻസിലെ വിദേശ നിക്ഷേപ പരിധി 100% നിയമനിർമ്മാണത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിനിറങ്ങാൻ സംഘടനകൾ ആഹ്വാനം ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസിൽ ചേർന്ന ഗേറ്റ് മീറ്റിംഗിൽ LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി MJ ശ്രീറാം സ്വാഗതം പറഞ്ഞു. AIIEA വൈസ് പ്രസിഡന്റ് PP കൃഷ്ണൻ, NFIF WI ഡിവിഷണൽ ജനറൽ സെക്രട്ടറി PS അനീഷ്, LIC PA ഡിവിഷണൽ പ്രസിഡന്റ് TC ജഗദീഷ്, LIC AOI ഡിവിഷണൽ പ്രസിഡന്റ് M ലേഖകൻ, AIL IAF ഡിവിഷണൽ സെക്രട്ടറി K ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തീപ്പൊള്ളൽ മൂലം അംഗവൈകല്യം വന്നവർക്കുള്ള സൗജന്യ സർജറി ക്യാമ്പ് കോഴിക്കോട് ആസ്റ്റർ മിംസിൽ ആരംഭിച്ചു. ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. ജനുവരി അവസാനം വരെ ക്യാമ്പ് തുടരും. BSMS ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കരൂർ വൈശ്യ ബാങ്കിന്റെ സഹകരണത്തോടെ തീപ്പൊള്ളൽ മൂലം അംഗവൈകല്യം വന്നവർക്കു വേണ്ടിയുള്ള സൗജന്യ സർജറി ക്യാമ്പ് ആരംഭിച്ചു. പൊള്ളലേറ്റ ശേഷമുണ്ടാകുന്ന അംഗവൈകല്യങ്ങൾക്കുള്ള സർജറികൾ കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആസ്റ്റർ മിംസ് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. ബിഹാരി മണ്ഡലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തീപ്പൊള്ളൽ ഏറ്റിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളാൽ പൊള്ളലേറ്റിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ കറക്ഷൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ട് കുറെ വർഷങ്ങളായി. അവര് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ബേൺ വ്യക്തിമാണ്. വിവിധ CSR ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇന്ന് ഇന്ത്യയിൽ ഉടനീളം ഇതുപോലെയുള്ള സൗജന്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നമുക്കൊരു അപകർഷതാബോധം മാറ്റുകയും നിങ്ങൾക്ക് ആളുകളെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ബേൺ ടു ഷൈൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ചടങ്ങിൽ ആസ്റ്റർ മിംസ് കോഴിക്കോട് CMS ഡോക്ടർ എബ്രഹാം മാമൻ, COO ലുക്കുമാൻ പൊന്മാടത്ത്, കരൂർ വൈശ്യ ബാങ്ക് എറണാകുളം ഡിവിഷൻ ഹെഡ് ബിജുകുമാർ A, BSMS സ്ഥാപക നിഹാരി മണ്ടാലി, MES മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ കുഞ്ഞഹമ്മദ് MP, പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സെബിൻ V തോമസ്, ഡോക്ടർ സാജു നാരായണൻ, ഡോക്ടർ നിഷാദ് കേരക്കട, ഡോക്ടർ കാർത്തിക് മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി അവസാന വാരം വരെ നടക്കുന്ന ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും 7816079234 എന്ന നമ്പറിലും ബന്ധപ്പെടാം. കടുത്ത പ്രതിസന്ധികൾ അതിജീവിച്ചവരുടെ ഒരു കൂട്ടായ്മ, ഒത്തുചേരൽ അല്ലെങ്കിൽ അത്തരം ഒരു സംഗമമായിട്ടാണ് ഈ ഒരു പരിപാടിയെ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് നേതൃത്വം എടുത്ത ഈ ഒരു പരിപാടി, ഈ ഒരു ക്യാമ്പ്, ഈ ഒരു കറക്റ്റീവ് സർജറി ക്യാമ്പിന് നേതൃത്വം എടുത്ത നിഹാരി മാഡത്തെ എങ്ങനെ അഭിനന്ദിക്കണമെന്ന് അറിയില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഫെബ്രുവരി 2 മുതൽ 9 വരെ പമ്പ മണൽപ്പുറത്ത് വിദ്യാധിരാജ നഗറിൽ നടക്കും. ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ യോഗത്തിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കും. അതിവിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ വർഷം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ കേരളത്തില് RSS പ്രസ്ഥാനം ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇന്ത്യയിലെ മുഖ്യപ്രതിനിധി പരമപൂജനീയ സർസംഘാലക് ഡോക്ടർ മോഹൻ ഭഗവത്താണ് പങ്കെടുക്കുന്ന അതിവിശിഷ്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്.
ഓരോ വർഷവും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുന്ന 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഉദ്ഘാടനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. അയ്യപ്പ ഭക്ത സമ്മേളനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയും വനിതാ സമ്മേളനം പ്രീതി നടേശനും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസും നിർവഹിക്കും. ഫെബ്രുവരി 5 നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം RSS സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ സന്യാസി ശ്രേഷ്ഠർ, മതപണ്ഡിതർ, പ്രഗത്ഭ വാഗ്മികൾ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് PS നായർ, സെക്രട്ടറി G രാജ്കുമാർ, പബ്ലിസിറ്റി കൺവീനർ ശ്രീജിത്ത് അയിരൂർ, CG പ്രദീപ് കുമാർ, സത്യൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കടങ്കഥകളുടെ ലോകം എന്ന ശില്പശാല സംഘടിപ്പിച്ചു. ആഴ്ചവട്ടം HSSൽ നടന്ന ശില്പശാല എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ KM അനിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം അധ്യാപകർ ശില്പശാലയിൽ പങ്കെടുത്തു. കടങ്കഥയെ ആഴത്തിലും പരപ്പിലും അറിയാനുള്ള ഈ ശില്പശാല കേരളത്തിൽ ആദ്യമായാണ് അധ്യാപകർക്ക് വേണ്ടി സംഘടിപ്പിച്ചത്. ഒരു മത്സര പരിപാടി എന്നതിനുമപ്പുറത്ത് കടങ്കഥയെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി അറിയാനും പുതിയ കടങ്കഥ രചന നടത്താനും കുട്ടികളെ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ശില്പശാലയുടെ ലക്ഷ്യം. ശില്പശാല എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ KM അനിൽ ഉദ്ഘാടനം ചെയ്തു. കടങ്കഥ എന്നതിന് പകരം കടകവിത എന്ന് മാറുന്നതിന്റെ യുക്തി എന്താണ്? വാസ്തവത്തിൽ കഥ എന്ന് നമ്മൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഈ ദക്ഷിണേന്ത്യൻ ഭാഷകളിലാണ് കടങ്കഥ എന്നതിന് ഈ കഥ എന്ന് അവസാനിക്കുന്ന തരത്തിൽ ആ സംജ്ഞ വന്നിട്ടുണ്ട്. കൊടുക്കുകഥയും വിടുകഥയും അതിലൊക്കെ കഥ. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂർ അധ്യക്ഷത വഹിച്ചു. വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ബിജു കാവിൽ, സിറ്റി ഉപജില്ലാ വിദ്യാരംഗം കോർഡിനേറ്റർ R നിഷ, പ്രധാനാധ്യാപകൻ ഓങ്കാരനാഥൻ, ഉപജില്ലാ കോർഡിനേറ്റർമാരായ ഷീജകുമാരി, അനുശ്രീ, ജസി, വിനോദ് പാലങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ഉടൽ മുറിഞ്ഞെന്നാൽ അടുക്കളയിൽ നിറയെ സുഗന്ധം പരന്നൊഴുകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അബാക്കസിന്റെയും മടവൂർ ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അബാക്കേഴ്സ് മടവൂർ മുക്കിന്റെയും മടവൂർ ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മടവൂർ മുക്കിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 200ഓളം രോഗികൾ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഉദ്ഘാടനം മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് നിർവഹിച്ചു. കൺവീനർ ജനാർദ്ദനൻ പന്തലുങ്ങൽ അധ്യക്ഷത വഹിച്ചു. ഫെബിന അസീസ്, ഡോക്ടർ ബിന്ദു, ഡോക്ടർ പൊന്നി രാഘവൻ അടുക്കത്ത്, ഹനീഫ N, MP സദാനന്ദൻ, UK അബ്ദുറഹിമാൻ, ബാലൻ കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആയുർവേദ ക്യാമ്പ് ഇതുപോലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് ഇപ്പോഴാണ്. ഇനിയും ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ഇതുപോലുള്ള സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പ്രദേശത്തിൻ്റെ പരിപൂർണമായ പിന്തുണയുണ്ട്. ന്യൂസ് ബ്യൂറോ, നരുക്കുനി.
MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ പാലക്കാട് കൊടുവായൂരിലും കൊല്ലങ്കോടും ക്യാൻസർ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. കൊടുവായൂരിൽ MVR ഡയറക്ടർ C. ചാക്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ക്യാൻസറിനെ നേരിടാൻ കഴിയുമെന്ന് ഡോക്ടർ C. നിർമ്മൽ പരിപാടിയിൽ പറഞ്ഞു. കോഴിക്കോട് MVR ക്യാൻസർ സെന്ററും കൊല്ലങ്കോട് മർച്ചന്റ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ചേർന്ന് കൊല്ലങ്കോട് C. വാസുദേവ മേനോൻ സ്മാരക ഹാളിൽ നടത്തിയ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സത്യപാൽ ഉദ്ഘാടനം ചെയ്തു. വറുത്തതും പൊരിച്ചതും സ്ഥിരമാക്കേണ്ടെന്നും ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ക്യാൻസറിനെ നേരിടാമെന്നും MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്മ്യൂണിറ്റി ഓങ്കോളജി തലവൻ ഡോക്ടർ C. നിർമ്മൽ ക്യാമ്പിൽ പങ്കെടുത്ത് പറഞ്ഞു. കൂടുതൽ താപനിലയിൽ പൊരിക്കുന്ന ഭക്ഷണങ്ങളും വീണ്ടും വീണ്ടും ചൂടാക്കിയുള്ള എണ്ണ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കണമെന്നും നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ ഡയറക്ടർ ഷവലിയാർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ഗിരിജ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ കൊല്ലങ്കോട് മർച്ചന്റ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് N. ഉണ്ണികൃഷ്ണൻ, CDS ചെയർപേഴ്സൺ സുലോചന രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചകഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സെന്റർ കൊടുവായൂരിലും ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. MVR ക്യാൻസർ സെന്റർ സീനിയർ ഡയറക്ടർ C. ചാക്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ A. സണ്ണിരാജ് അധ്യക്ഷത വഹിച്ചു. MVR ക്യാൻസർ സെന്റർ ഡയറക്ടർ KV മണികണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. S. പ്രീത, അസിസ്റ്റന്റ് പ്രൊഫസർ KM അജേഷ് കുമാർ, കോളേജ് യൂണിയൻ ചെയർമാൻ ജസിൻ ഹവാസ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് M. ദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ജനുവരി 20-21 തീയതികളിൽ നടക്കുന്ന ഫെസ്റ്റിൽ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ പങ്കെടുക്കും. ഇൻഡസ്ട്രിയൽ മീറ്റാണ് നടക്കുക. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ജനുവരി 20 ഉദ്ഘാടനം നിർവഹിക്കും. നമ്മൾ ഇത്തവണ എയിം 25 എന്നുള്ളൊരു പ്രോഗ്രാം 2 ദിവസം നീണ്ടു നിൽക്കുന്ന MDIT ക്യാമ്പസിലെ 3 സ്ഥാപനങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് അത് അപ്പോൾ കൂടുതൽ വൈവിധ്യം വരും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും. കാരണം അക്കാഡമിയും ഇൻഡസ്ട്രിയും തമ്മിലുള്ള കൂട്ടുചേരലിലൂടെ മാത്രമേ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കുള്ളൂ. ഉള്ളിയേരി M. ദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ജനുവരി 20-21 തീയതികളിൽ ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പങ്കെടുക്കും. ക്യാമ്പസിൽ ആരംഭിക്കാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ വില്ലേജിന്റെ ആദ്യഘട്ടം കൂടിയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് MDIT സെക്രട്ടറി MK മണി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഞങ്ങളുടെ 30 ഏക്കർ സ്ഥലത്ത് 7 ഏക്കർ സ്ഥലം അത്തരമൊരു ഇൻഡസ്ട്രിയൽ വില്ലേജ് തുടങ്ങാൻ വേണ്ടിയുള്ള സമ്മതപത്രം സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പുതിയ ഇൻഡസ്ട്രിയൽ തുടങ്ങാനുള്ള, പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള ഒരു സംവിധാനം, പുതിയ ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനം നിറയ്ക്കാണ് എയിം എന്ന് പറയപ്പെടുന്ന ഈ പരിപാടി നമ്മൾ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നു. അപ്പോൾ അവിടെ നമ്മുടെ കോളേജ് പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജ്, ഈ 3 കോളേജിലെ കുട്ടികളും പിന്നെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെയൊക്കെ പുതിയ ഒരു അവസരം ഒരുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾക്കും അതിൽ പങ്കാളിത്തം ഉറപ്പാക്കുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ജനുവരി 20 രാവിലെ ടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് യുവജനങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ച് പഠനം നടത്തുമെന്ന് യുവജന കമ്മീഷൻ. കല്ലാനോട് മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിലെ ഗിഫ്റ്റ് തിലാപ്പിയ ഹാച്ചറിന്റെ നിർമ്മാണം ത്വരിതപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നൂതന പദ്ധതികൾ ചർച്ച ചെയ്ത് ജില്ലാതല വിദഗ്ധ സമിതി യോഗം. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ പൊതുവിദ്യാലയങ്ങളിൽ സ്ഥിരമായി നിയമിക്കണമെന്ന് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.